ഹായ് ഓൾ, RSK എഡ്യൂടെക്കിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും വളരെയധികം നന്ദി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എവിടെ വെച്ചാണോ നിർത്തി അവിടെ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഞാൻ നിങ്ങളുടെ അടുത്ത് 2 നമ്പർ ആഡ് ചെയ്യുന്ന അൽഗോരിതം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നിട്ട് ഞാനൊരു ഹോംവർക്കും തന്നിട്ടുണ്ടായിരുന്നു, സബ്ട്രാക്ട് ഡിവൈഡ് മൾട്ടിപ്ലൈ ചെയ്യാൻ. 2 നമ്പേഴ്സിന് തന്നെ സബ്ട്രാക്ട് ഡിവൈഡ് മൾട്ടിപ്ലൈ ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു. നമുക്കത് എങ്ങനെ നിങ്ങൾ എല്ലാവരും ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കതിന്റെ ഒരു ഔട്ട്പുട്ടിലേക്ക് പോകാം. അപ്പോൾ സബ്ട്രാക്ട് 2 നമ്പേഴ്സിലും അഡീഷൻ 2 നമ്പേഴ്സ് ഞാൻ 2 എണ്ണം എന്തുകൊണ്ടാണ് ഇവിടെ എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ഇത് രണ്ടിൽ തമ്മിലുള്ള വ്യത്യാസം? ഒരു വ്യത്യാസമേ ഉള്ളൂ. ആകെ ഇവിടെ മൈനസ് സൈൻ വന്നു, ഇവിടെ പ്ലസ് സൈൻ ആയിരുന്നു. ഇത് അഡീഷന്റെ പ്രോഗ്രാം ആയിരുന്നു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്ന അഡീഷൻ ഓഫ് 2 നമ്പേഴ്സിന്റെ അൽഗോരിതമാണ്. ഇവിടെ ജസ്റ്റ് മൈനസ് ആയിട്ട് മാറി. അപ്പൊ മൈനസ് ആയി മാറിയപ്പോൾ എന്ത് സംഭവിച്ചു? സബ്ട്രാക്ഷൻ നടന്നു. അല്ലാതെ വേറെ എന്ത് ചേഞ്ച് ആണ് നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് കാണാൻ പറ്റുന്നത്? ഒന്ന്, വേരിയബിളിന്റെ പേര് മാറിയിട്ടുണ്ട്. ഇവിടെ നോക്കൂ, ഇവിടെ സബ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഇവിടെ എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത്? സം എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അഡീഷന്റെ പ്രോഗ്രാം ആയിരുന്നു, അതുകൊണ്ടാണ് ലോജിക്കലി ഞാനൊരു പേര് കൊടുത്തത് സം എന്ന്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരുകൾ കൊടുക്കാം. ഈ വേരിയബിളിന്റെ പേര് ഇപ്പൊ തന്നെ പലർക്കും ചോദ്യമുണ്ട്, എന്താണ് എയും ബിയും തന്നെ കൊടുക്കാൻ പറ്റുമോ? അല്ല, വേരിയബിളിന്റെ പേര് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാനത് നിങ്ങൾക്ക് പ്രോഗ്രാമിംഗിൽ അൽഗോരിതത്തിന്റെ അകത്ത് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഞാൻ ആക്ച്വലി നിങ്ങൾക്ക് പ്രോഗ്രാമിംഗിന്റെ അകത്ത് എങ്ങനെ ഒരു വേരിയബിൾ കൊടുക്കാം എന്നുള്ള കാര്യത്തിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമുക്ക് ഒരു വേരിയബിൾ നിങ്ങൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ഉപയോഗിക്കാം? ലെറ്റേഴ്സ് ഉപയോഗിക്കാം, ഡിജിറ്റ്സ് ഉപയോഗിക്കാം, പിന്നെ ഒരു സാധനം വളരെ ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർസ്കോർ ഉപയോഗിക്കാം. ഇതാണ്ട് അണ്ടർസ്കോർ നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ ഇതാണ് അണ്ടർസ്കോർ എന്ന് പറയുന്നത്. ക്യാരക്ടേഴ്സിൽ ആക്ച്വലി ലെറ്റേഴ്സ് നമ്മുടെ A to Z, ക്യാപിറ്റൽ ലെറ്റർ A to Z, സ്മോൾ ലെറ്റർ A to Z, സ്മോൾ ലെറ്റർ A to Z, ഡിജിറ്റ്സ് 0 മുതൽ 9 വരെ, പിന്നെ ഈ അണ്ടർസ്കോർ. ഇത് നിങ്ങൾക്ക് എന്തായിട്ട് ഉപയോഗിക്കാം? വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാനായിട്ട് അതിന്റെ പേരായിട്ട് കൊടുക്കാം. ഇപ്പൊ ഞാൻ A B എന്ന് കൊടുത്തില്ല, അതേപോലെ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് കൊടുക്കാം. പക്ഷെ നിങ്ങൾക്ക് എന്തൊക്കെ ഉപയോഗിക്കാം? ലെറ്റേഴ്സും ഡിജിറ്റ്സും അണ്ടർസ്കോറും ഉപയോഗിക്കാം. എന്തൊക്കെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ചിന്തിച്ച് വെച്ചേക്കുക. സ്പേസ് വരാൻ പാടില്ല. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഞാനൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. ഞാനിപ്പോ ഇങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നു, ഇൻപുട്ട് num1. ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഈ വേരിയബിൾ ഡിക്ലെയർ ചെയ്തപ്പോൾ ഉള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിച്ചത്? എന്താണ് പ്രോബ്ലം വന്നത്? ഒരു സ്പേസ് ഇവിടെ വന്നു, ഇവിടെ ഒരു ഗ്യാപ്പ് വന്നു. ഈ ഗ്യാപ്പ് എന്തല്ല? അലൗഡ് അല്ല. സ്പേസ് ഇടാൻ പാടില്ല. നമ്മൾ ഒരുമിച്ച് അടുപ്പിച്ച് തന്നെ എഴുതണം. അടുപ്പിച്ച് എഴുതുമ്പോൾ നിങ്ങൾ ഒരു പേരും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു നമ്പറും വരാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ സ്പേസ് വരാൻ പാടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോ ഇവിടെ ഇൻപുട്ട് A, B എന്ന് എഴുതിയ സ്ഥലത്ത് വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതാം, ഇൻപുട്ട് num1, num2 എന്ന് വെച്ചാൽ എന്താണ് num1, num2? num1 എന്ന് പറയുന്ന ആദ്യത്തെ വേരിയബിളിന്റെ പേര്, num2 എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ വേരിയബിളിന്റെ പേരാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ നേരത്തെ അത് AB തന്നെ, വ്യത്യാസമൊന്നുമില്ല. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് നമ്പർ പേരിടിയിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷേ ഇത് ഇടുമ്പോൾ ഒരു കാര്യവും കൂടെ ചിന്തിക്കേണ്ട കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അപ്പർ കേസ് ആണ് ഉപയോഗിക്കുന്നത്, അത് പ്രോഗ്രാമിംഗിലാണ്. നിങ്ങൾക്ക് അൽഗോരിതത്തിൽ കുഴപ്പമൊന്നുമില്ല, നോ പ്രോബ്ലം. അൽഗോരിതം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്രോഗ്രാം അല്ല, ജസ്റ്റ് ഒരു പ്ലാനിങ് ഫേസ് പോലുള്ള സാധനമാണ്. അതുകൊണ്ട് അവിടെ എങ്ങനെ എഴുതാം. പക്ഷേ പ്രോഗ്രാം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചു നോക്കുക, നിങ്ങൾ ഇവിടെ സബ് നോക്കി എല്ലാ സ്മോൾ ലെറ്ററിൽ തന്നെയാണ് എഴുതിയേക്കുന്നത്, അതേ സ്മോൾ ലെറ്ററിൽ തന്നെയാണ് ഇവിടെ പ്രിന്റ് ചെയ്തേക്കുന്നത്. കാരണം അങ്ങനെ ചെയ്തില്ല എങ്കിൽ മനസ്സിലാവത്തില്ല. കാരണം എയും ബിയും രണ്ട് വാല്യൂ ഇൻപുട്ട് ചെയ്തതിന് ശേഷം എയും ബിയും എന്താ ചെയ്യുന്നത്? മൈനസ് ചെയ്തിട്ട് അത് ആൻസർ എന്തിൻ്റെ അകത്തോട്ടാണ് വയ്ക്കുന്നത്? സബിലോട്ടാണ് വയ്ക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ പ്രിന്റ് ഞാൻ വേറെ എന്തെങ്കിലും ഇപ്പൊ എക്സാമ്പിൾ കൊടുക്കുവാണ്, സബ്ട്രാക്ഷൻ ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ മനസ്സിലാകത്തില്ല എന്താ പ്രിന്റ് ചെയ്യേണ്ടതെന്ന്. കാരണം എന്റെ ആൻസർ ഇരിക്കുന്ന ഏത് വേരിയബിളിന്റെ അകത്താ? സബ് എന്ന് പറയുന്ന വേരിയബിളിന്റെ അകത്താ. അപ്പൊ വേരിയബിൾ കറക്റ്റ് ആയിട്ട് തന്നെ പ്രിന്റ് ചെയ്യണം. കാരണം പ്രിന്റ് സബ് എന്ന് കൊടുത്തില്ലെങ്കിൽ എന്റെ ആൻസർ പ്രോപ്പർ ആയിട്ട് പ്രിന്റ് ചെയ്യത്തില്ല. സോ ഈ പ്രോഗ്രാമിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, വേരിയബിൾസിന്റെ പേര് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം, നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് കൊടുക്കാം. പിന്നെയും ഞാൻ ഒരു കാര്യം കൂടെ പറയുന്നു, എങ്ങനെയാണ് ഇൻപുട്ട് 2 എണ്ണം വന്നത്? കാരണം ക്വസ്റ്റ്യൻ നോക്കുക, സബ്ട്രാക്ട് എത്ര നമ്പേഴ്സാ പറഞ്ഞേക്കുന്നത്? 2 നമ്പേഴ്സ് ആണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് എന്റെ 2 നമ്പേഴ്സ് ഞാൻ എന്തായിട്ട് എടുത്തേക്കുന്നത്? ഇൻപുട്ട് ആയിട്ട് എടുത്തേക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഇതിന്റെ അകത്ത് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിവൈഡ് 2 നമ്പേഴ്സിന്റെ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ അകത്ത് ഞാനിത് മാറ്റാൻ മറന്നുപോയി, ക്ഷമിക്കണം. അപ്പൊ ഇതിന്റെ അകത്ത് ഒരു തെറ്റുണ്ട്. കാരണം എന്താ? 2 നമ്പേഴ്സ് ആണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പൊ ഡിവൈഡ് ചെയ്യുന്ന ഇങ്ങനല്ല, ഡിവൈഡ് ചെയ്യുന്ന എങ്ങനെയാണ്? div is equal to a divided by b. നമ്മൾ ഈ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. സ്ലാഷ് എന്ന് പറഞ്ഞ ഈ ഓപ്പറേറ്റർ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോഷ്യന്റ് 2 നമ്പർ ഡിവൈഡ് ചെയ്ത്
കോഷ്യന്റ് ആൻസർ ആയിട്ട് കിട്ടണമെങ്കിൽ കമ്പ്യൂട്ടറിന്റെ അകത്ത് ഉപയോഗിക്കേണ്ട ഓപ്പറേറ്റർ ആണ് നമ്മുടെ ഈ ഡിവൈഡ്. ഇനി പല കുട്ടികളും ഇങ്ങനെ ഉപയോഗിക്കും. ആക്ച്വലി അൽഗോരിതം എഴുതുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല, തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ നിങ്ങളെ പ്രിഫർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അൽഗോരിതം എഴുതുമ്പോൾ തന്നെ നമ്മൾ ഈ അൽഗോരിതത്തിനാണ് പ്രോഗ്രാമായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും എന്ത് തന്നെ ഫോളോ ചെയ്യും, ഈ സിമ്പിൾ തന്നെ ഫോളോ ചെയ്യുക. കാരണം ഈ ഡിവൈഡ് എന്ന് പറയുന്ന സിമ്പിൾ നിങ്ങൾക്ക് നോക്കാം കീബോർഡിൽ കാണത്തില്ല. അപ്പോൾ പ്രോഗ്രാം ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ സിമ്പിൾ അവിടെ ഇടാനേ പറ്റത്തില്ല. സോ അതുകൊണ്ടാണ് കമ്പ്യൂട്ടറിന്റെ അകത്ത് 2 നമ്പർ ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കോഷ്യന്റ് ആൻസർ ആയിട്ട് വരണമെങ്കിൽ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ ആണ് ഈ ഓപ്പറേറ്റർ. ഓക്കെ, അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ പഠിക്കണം. അപ്പം ഇവിടെ നോക്കിയേ, 2 നമ്പർ ഇവിടെ എടുക്കുന്നു. ദാറ്റ് മീൻസ് ഇതാണ് നിങ്ങളുടെ ഇൻപുട്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചു. ഇതാണ് പ്രോസസ് ചെയ്യുന്നത്. പ്രോസസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 നമ്പർ നിങ്ങൾ ഇൻപുട്ട് ചെയ്ത 2 നമ്പറിനെ എന്ത് ചെയ്യുന്നു, ആദ്യത്തെ നമ്പർ രണ്ടാമത്തെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ആൻസർ എന്തിൻ്റെ അകത്ത് കിട്ടും, div എന്ന് പറയുന്ന വേരിയബിളിന്റെ അകത്ത് കിട്ടും. സോ പ്രിന്റ് ചെയ്യേണ്ട ഏത് വേരിയബിൾ ആയിരിക്കും, div. ഇതായിരിക്കും നിങ്ങളുടെ എന്തെന്ന് പറയുന്ന ഔട്ട്പുട്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു ഒരു കമ്പ്യൂട്ടറിന്റെ വർക്കിംഗ് എങ്ങനെയാണ്. ഇൻപുട്ട് കൊടുക്കുക, പ്രോസസ് ചെയ്യുക, കമ്പ്യൂട്ടർ പ്രോസസ് ചെയ്യും, അതേപോലെ തന്നെ എന്ത് പ്രൊവൈഡ് ചെയ്യും, ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യും. ഇതൊക്കെ നിങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ പ്രോഗ്രാം എഴുതണം. അതിന്റെ പ്ലാനിങ് ഫേസ് ആണ് നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഒരു ഓപ്പറേറ്ററും കൂടെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തുവാണ്, ഡിവൈഡും ഇങ്ങനെ മോഡുലസ്. സാധാരണ നമ്മളിത് പെർസെന്റേജ് എന്ന് മാത്സിൽ പറയുമെങ്കിലും ഈ സിമ്പലിനെ നമ്മൾ പ്രോഗ്രാമിംഗിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നോർമലി വിശേഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഇവിടെ മോഡുലസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. എന്താണ് മോഡുലസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, മോഡുലസും അതേപോലെ തന്നെ ഈ ഡിവിഷൻ ഓപ്പറേറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ എ ഡിവൈഡ് ബൈ ബി. നിങ്ങൾ ഇപ്പൊ നോക്കിക്കോ, ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ തരാം. എ എന്ന് പറയുന്നതിന്റെ വാല്യൂ നിങ്ങൾ സങ്കല്പിക്കുക, എ എന്ന് പറയുന്ന വാല്യൂ 10, ബി എന്ന് പറയുന്ന വാല്യൂ 2. അങ്ങനെയാണെങ്കിൽ ഡിവിഷൻ div is equal to 10 ഡിവൈഡ് ബൈ 2. എന്തായിരിക്കും നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത്? ഞാൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ, ഡിവൈഡ് ചെയ്യുമ്പോൾ എപ്പോഴും കോഷ്യന്റ് ആണ്. അപ്പൊ 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും കമ്പ്യൂട്ടർ. 5, 10, 0 എന്ത് ആൻസർ തരും? അപ്പൊ ഡിവിന്റെ ആൻസർ എന്തായിരിക്കും? 5 ആയിരിക്കും ഡിവിന്റെ ആൻസർ. അതേസമയം പെർസെന്റേജ് എന്ന് പറയുന്ന കേസ് എന്തായിരിക്കും? മോഡുലസ് എന്ന് പറയുന്നതാണ് അതിന്റെ അർത്ഥം. ഞാൻ സെയിം എക്സാമ്പിൾ, a is equal to 10, b is equal to 2, div is equal to a മോഡുലസ് b എന്ന് വെച്ചാൽ എന്തായിരിക്കും ആൻസർ തരുന്നത്? വളരെ ഇമ്പോർട്ടന്റ്. നിങ്ങൾ ഈ ഡിവിഷൻ ഓപ്പറേറ്റർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആൻസർ എപ്പോഴും എന്തായിരിക്കും? റിമൈൻഡർ ആയിരിക്കും. 2 നമ്പറിനെ ഡിവൈഡ് ചെയ്ത് കമ്പ്യൂട്ടർ എപ്പോഴും എന്തായിരിക്കും എടുക്കുന്നത്? റിമൈൻഡർ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മോഡുലസ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ എന്തായിട്ട് കിട്ടും നിങ്ങൾക്ക്? ഇവിടെ div എന്ന് പറയുന്നതിന്റെ ആൻസർ 0 ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ 2 ഓപ്പറേറ്റർ നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. കോഷ്യന്റ് ആണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ ഈ ഓപ്പറേറ്റർ ഉപയോഗിക്കുക. നിങ്ങൾക്ക് റിമൈൻഡർ ആണ് വേണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ഉപയോഗിക്കുക? മോഡുലസ്. ഈ ഓപ്പറേറ്റർ ഒരുപാട് സ്ഥലത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഡിവൈഡ് 2 നമ്പേഴ്സിന്റെ പ്രോഗ്രാം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മൾട്ടിപ്ലൈ 2 നമ്പേഴ്സ് ഒന്നുമില്ല, ഒരു വ്യത്യാസവും ഇല്ല. ഞാനിവിടെ div ചെയ്തപ്പോഴും നേരത്തെ നിന്ന് എന്താണ് വ്യത്യാസം? div എന്ന് പറയുന്ന ഒരു വേരിയബിൾ, പുതിയ വേരിയബിൾ ഞാൻ കൊടുത്തേ ഉള്ളൂ. അത് എന്തുകൊണ്ട് കൊടുത്തു? ഞാനിപ്പോ നിങ്ങളുടെ പറഞ്ഞേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ബാക്കിയുള്ളവർക്ക്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത്. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഞാൻ കൊടുത്ത വേരിയബിളിന്റെ പേരാണ് mul. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, നോ പ്രോബ്ലം. റൂൾസ് ഞാനിപ്പോ പറഞ്ഞു തന്നു. എന്താണ്? സ്പേസ് ഇടാൻ പാടില്ല. ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ സ്പേസ് ഇടാൻ പാടില്ല. ലെറ്റർ ഉപയോഗിക്കാം, നമ്പർ ഉപയോഗിക്കാം, അതേപോലെ തന്നെ അണ്ടർസ്കോർ ഉപയോഗിക്കാം, നോ പ്രോബ്ലം. പറഞ്ഞു മനസ്സിലായോ? അതേപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ഒരു വ്യത്യാസവും നിങ്ങൾക്ക് സംശയമൊന്നും ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2 നമ്പർ ഇവിടെ ഇൻപുട്ട് ചെയ്യുന്നു, ഓട്ടോമാറ്റിക് ആയിട്ട് 2 നമ്പർ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ MUL-ന്റെ അകത്താണ് ഇരിക്കുന്നത്. പ്രിന്റ് MUL എന്ന് വെച്ച് കഴിഞ്ഞാൽ MUL-ന്റെ അകത്ത് ഇരിക്കുന്ന വാല്യൂ എന്ത് ചെയ്യും? ഡിസ്പ്ലേ ചെയ്യും. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് 2-3 അൽഗോരിതം ഒരുമിച്ച് ചെയ്യാം. അതാണ് ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് എ സർക്കിൾ. ഇവിടെ നോക്കുക, ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് എ സർക്കിളിന്റെ ഒരു അൽഗോരിതം എഴുതണം അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം എഴുതണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ആക്ച്വലി ഒരു യൂസറിന് വേണ്ടിയിട്ട് ഞാൻ ഈ പ്രോഗ്രാം ഉണ്ടാക്കുവാണ്. അപ്പൊ യൂസർ എന്താണ്? എന്തോ ഒന്ന് എന്റെ പ്രോഗ്രാമിലോട്ട് ഇൻപുട്ട് ചെയ്യും. ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്റെ പ്രോഗ്രാമിലൂടെ ഞാൻ എന്താ അവർക്ക് ചെയ്തു കൊടുക്കേണ്ടത്? ഞാൻ അവർക്ക് ഏരിയയും പെരിമീറ്ററും ആ സർക്കിളിന്റെ കണ്ടുപിടിച്ചു കൊടുക്കണം. അതാണ് ഞാൻ ചെയ്യേണ്ട ഒരു കാര്യം. അതിന് ആദ്യം പ്രോഗ്രാമർ എന്ന നിലയിൽ ഞാൻ എന്തറിഞ്ഞിരിക്കണം? ഒരു സർക്കിളിന്റെ ഏരിയയുടെ ഫോർമുല അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കേസാണ് πr² ആണ് ഏരിയയുടെ ഫോർമുല. പെരിമീറ്റർ ഓഫ് എ സർക്കിൾ ഇതിന്റെ പ്രോഗ്രാം, ഇതിന്റെ ഒരു ഫോർമുല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 2πr എന്ന് പറയുന്ന ഫോർമുലയാണെന്ന് അറിയാം. ഫോർമുല ഉപയോഗിച്ച് തന്നെ ചെയ്യാൻ പറ്റൂ, അല്ലാതെ വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഫോർമുല തന്നെ ഉപയോഗിക്കണം. പക്ഷെ ഇത് എങ്ങനെ അൽഗോരിതമായിട്ടായിരിക്കും? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു ഏരിയയും പെരിമീറ്ററും കണ്ടുപിടിക്കണമെങ്കിൽ ഫോർമുല എനിക്കറിയാം, ഫോർമുല ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഫോർമുല എല്ലാവർക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. ഞാൻ നിങ്ങളുടെ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഏരിയയും പെരിമീറ്ററും ഒരു സർക്കിളിനെ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ആണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കമ്പോണന്റ്? അത് കണ്ടുപിടിക്കാൻ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കമ്പോണന്റ് എന്താണ്? നിങ്ങൾക്ക് ചോദിച്ചാൽ നിങ്ങളും പറയും എന്താണ്? റേഡിയസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്. കാരണം റേഡിയസ് കൊടുക്കുന്നതനുസരിച്ചിരിക്കും ഏരിയയും പെരിമീറ്ററും കണ്ടുപിടിക്കും. ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ഇൻപുട്ട് കൊടുക്കുന്നതിന്റെ അകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇൻപുട്ട് കൊടുക്കുന്നത് സാർ മനസ്സിലാകുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. ഏത് ക്വസ്റ്റ്യൻ വന്നാലും എങ്ങനെ
ഇപ്പൊ എക്സാമ്പിൾ ഏരിയ പെരിമീറ്റർ കണ്ടുപിടിക്കണം. ഏരിയ പെരിമീറ്റർ ഫോർമുല അറിയാം. പക്ഷെ ഫോർമുല അറിയേണ്ട കാര്യമില്ല. എനിക്ക് എന്ത് വേണം? എനിക്ക് റേഡിയസ് വേണം. എനിക്ക് ആ റേഡിയസിന്റെ വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഏരിയ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ പറ്റൂ. അതുകൊണ്ട് അതിന്റെ ഇൻപുട്ട് എപ്പോഴും എന്തായിരിക്കും? ആ ഒരു റേഡിയസ് ആയിരിക്കും. കാരണം പൈയുടെ വാല്യൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പൈയുടെ വാല്യൂ എപ്പോഴും 3.14 ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ഉപയോഗിക്കും? 22/7. അതിന്റെ എല്ലാം വാല്യൂസ് നമുക്കറിയാം. പക്ഷെ റേഡിയസ് നമുക്കറിയാൻ പറ്റില്ല. കാരണം റേഡിയസ് ആര് തരണം? നമ്മുടെ പ്രോഗ്രാം ആരാണോ ഉപയോഗിക്കുന്നത് ആ യൂസർ തരണം. കാരണം റേഡിയസിന്റെ വാല്യൂ എന്താകാം? 2 ആകാം. റേഡിയസിന്റെ വാല്യൂ എന്താകാം? 10 ആകാം. റേഡിയസിന്റെ വാല്യൂ എന്താകാം? 70 ആകാം. എന്ത് വേണമെങ്കിലും റേഡിയസിന്റെ വാല്യൂ ആകാം. പറഞ്ഞു മനസ്സിലായി? അപ്പൊ ഇൻപുട്ട് എപ്പോഴും സ്റ്റെപ്പ് 2 എന്തായിരിക്കും? ഇൻപുട്ട് എന്തായിരിക്കും? 6 ആയിരിക്കും. കാരണം ഇൻപുട്ട് 6 കൊണ്ട് നമുക്ക് എന്ത് കിട്ടും? ഇൻപുട്ട് 6 കൊണ്ട് നമുക്ക് റേഡിയസ് 6 തന്നെ വേരിയബിളിന്റെ പേര് കൊടുത്തു. കാരണം നമ്മൾ യൂസറിന്റെ അടുത്ത് പറയാം ഒരു വാല്യൂ തരൂ. ആ വാല്യൂ ഞാൻ എന്തിന്റെ അകത്ത് സ്റ്റോർ ചെയ്യും? 6ന്റെ അകത്ത് സ്റ്റോർ ചെയ്യും. സങ്കല്പിക്കുക യൂസർ തന്ന വാല്യൂ 5 ആണ്. അപ്പൊ 6ന്റെ വാല്യൂ എത്ര കിട്ടി? 5 കിട്ടി. അങ്ങനെയാണെങ്കിൽ സ്റ്റെപ്പ് 3 നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആദ്യം ഏരിയ കണ്ടുപിടിക്കണം. അപ്പൊ ഏരിയ കണ്ടുപിടിക്കാൻ ഒരു വേരിയബിൾ വേണം കണ്ടുപിടിച്ച് സ്റ്റോർ ചെയ്യാൻ. അപ്പൊ ഏരിയ എന്ന് തന്നെ ഞാൻ കൊടുത്തു പേര്. ഈക്വൽ ടു ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? പറയൂ. πr². ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ശരിയാവത്തില്ല, കമ്പ്യൂട്ടറിന് മനസ്സിലാവത്തില്ല. പക്ഷെ അൽഗോരിതത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രോഗ്രാമിംഗിൽ എങ്ങനെയാണോ അക്സെപ്റ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മൾ ഇവിടെ കൊടുക്കാൻ ശ്രമിക്കുന്നു. ഞാൻ എന്ത് ചെയ്യും? പൈയുടെ വാല്യൂ ഞാൻ 3.14 എന്ന് കൊടുക്കും. ഇൻടു ആർ എന്ന് തന്നെ കൊടുക്കും. കാരണം പല കുട്ടികളും ഇങ്ങനെയൊക്കെ കൊടുക്കും പൈ. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, പൈ എന്ന് പറയുന്ന ഒരു ആൽഫബറ്റ് കീബോർഡിന്റെ അകത്ത് അവൈലബിളേ അല്ല. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അങ്ങനെ ഒരു വാല്യൂ കൊടുക്കാനേ പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യണം? 3.14 ഇൻടു ആർ. കാരണം നമ്മൾ r² എന്നൊക്കെ എഴുതുന്ന ഒരിക്കലും കമ്പ്യൂട്ടർ മനസ്സിലാവത്തില്ല. കമ്പ്യൂട്ടർ എന്തേ മനസ്സിലാവത്തുള്ളൂ? r ഇൻടു ആർ. ഇങ്ങനെ തന്നെ എഴുതി കൊടുക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ എന്ത് കണ്ടുപിടിച്ചു? ഈ വാല്യൂ കമ്പ്യൂട്ടർ എടുത്ത് ആറിന്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് ആൻസർ എന്തിന്റെ അകത്ത് വെക്കും? ഏരിയക്കകത്ത് വെക്കും. സ്റ്റെപ്പ് 4 അടുത്തത് പെരിമീറ്റർ കണ്ടുപിടിക്കണം. പെരിമീറ്റർ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കാൻ ഒരു വേരിയബിൾ ഉപയോഗിക്കുക. ഞാൻ ആ വേരിയബിൾ പെരിമീറ്റർ എന്ന് കൊടുത്തു. പെരിമീറ്റർ ഇസ് ഈക്വൽ ടു 2 ഇൻടു പൈ. പൈയുടെ വാല്യൂ എത്രയാണ്? 3.14 ഇൻടു എത്രയാണ്? 6 ആണ്. അപ്പൊ എന്ത് ചെയ്തു? 2 ഇൻടു 3.14 ഇൻടു 6 ചെയ്യുമ്പോഴത്തേക്ക് പിന്നെയും കമ്പ്യൂട്ടർ എന്ത് ചെയ്യും? 6ന്റെ സ്ഥാനത്ത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഞാൻ ഈ ഇൻസ്ട്രക്ഷൻ എഴുതിയാലേ കമ്പ്യൂട്ടർ അത് ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ ഇൻസ്ട്രക്ഷൻ എഴുതുന്നത്. അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഇത് ചെയ്യത്തില്ല. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ 2 ഇൻടു 3.14 ഇൻടു ആറിന്റെ സ്ഥാനത്ത് കമ്പ്യൂട്ടർ അതേപോലെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്നിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യും. ആ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ ആൻസർ എന്തിന്റെ അകത്ത് വെക്കും? പെരിമീറ്ററിന്റെ അകത്ത് വെക്കും. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ രണ്ട് ജോലിയും കഴിഞ്ഞു. ഏതാണ്? ഏരിയയും പെരിമീറ്ററും കണ്ടുപിടിക്കേണ്ട കഴിഞ്ഞു. ലാസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യും? പ്രിന്റ്. ആദ്യത്തെ വേരിയബിൾ ഏത് പ്രിന്റ് ചെയ്യും? ഏരിയ പ്രിന്റ് ചെയ്യും. പിന്നെ രണ്ടാമത്തെ ഏത് വേരിയബിൾ പ്രിന്റ് ചെയ്യും? പെരിമീറ്റർ എന്ന് പറയുന്ന ഈ ഒരു വേരിയബിളും പ്രിന്റ് ചെയ്യും. അപ്പൊ പ്രിന്റ് എന്ന് പറഞ്ഞ ഓപ്ഷന്റെ അകത്ത് എന്താ ചെയ്യുന്നത്? ഏരിയക്കകത്ത് കിടക്കുന്ന ആൻസറും പ്രിന്റ് ചെയ്യും, പെരിമീറ്ററിന്റെ അകത്ത് കിടക്കുന്ന ആൻസറും പ്രിന്റ് ചെയ്യും. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് 5 എന്തായിരിക്കും? സ്റ്റോപ്പ്. നമ്മൾ ഇവിടെ വെച്ച് അവസാനിക്കുന്നു. നിങ്ങൾ ഇങ്ങനെ ഇതൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ പ്രോഗ്രാമിന്റെ അകത്ത് നിങ്ങൾ റേഡിയസിന്റെ വാല്യൂ കൊടുക്കുന്നതനുസരിച്ച് റേഡിയസിന് ഏത് വാല്യൂ കൊടുത്താലും ഈ ഒരു അൽഗോരിതം എന്ത് തരും? നിങ്ങൾക്ക് ഏരിയയും കണ്ടുപിടിച്ച് തരും. അതേപോലെ തന്നെ എന്തും കണ്ടുപിടിച്ച് തരും? പെരിമീറ്ററും കണ്ടുപിടിച്ച് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും. ഓക്കെ, ഒന്നും കൂടെ നിങ്ങൾ ഇത് തന്നെ മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ ഇത് തന്നെ പിന്നെയും കേട്ടു നോക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. പിന്നെയും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ. ആദ്യം നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പോസ് ചെയ്തിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടേ വീഡിയോ കാണാവൂ. ഓക്കെ, ഏരിയ ആൻഡ് പെരിമീറ്റർ. ആദ്യം എന്താണ്? റെക്ടാംഗിളിന്റെ എന്ത് കണ്ടിരിക്കണം? ഏരിയയും പെരിമീറ്ററിന്റെ ഫോർമുല അറിഞ്ഞിരിക്കണം. സോ എൽ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ നമ്മൾ ലെങ്ത് ഇൻറ്റു ബ്രെത്ത് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പെരിമീറ്ററിന്റെ ഫോർമുല, റെക്ടാംഗിളിന്റെ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെത്ത് ആണ്. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, ഏരിയയും പെരിമീറ്ററും കിട്ടണമെങ്കിൽ എന്താണ് കൊടുക്കേണ്ടത്? ഇതിന്റെ അകത്ത് ലെങ്ത്തിന്റെ വാല്യൂ കൊടുക്കണം അല്ലേ? ബ്രെത്തിന്റെ വാല്യൂ കൊടുക്കണം അല്ലേ? ഇത് രണ്ടും കൊടുക്കാതെ നിങ്ങൾക്ക് ഏരിയയും പെരിമീറ്ററും കിട്ടത്തില്ല. അപ്പൊ നിങ്ങളുടെ ഇൻപുട്ട് എന്തായി? നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാം. ഒരു റെക്ടാംഗിളിന്റെ ഏരിയയും പെരിമീറ്ററും കണ്ടുപിടിക്കാനുള്ള ഒരു അൽഗോരിതം എഴുതണമെങ്കിൽ നമ്മൾ ആദ്യം എന്തിനൊക്കെ വാല്യൂ കൊടുക്കണം? ലെങ്തിനും ബ്രെത്തിനും വാല്യൂ കൊടുക്കണം. നിങ്ങൾ നോക്കി, ഞാൻ എല്ലാ വേരിയബിൾസിനും സാഹചര്യം അനുസരിച്ചും ക്വസ്റ്റ്യന്റെ ഡിമാൻഡ് അനുസരിച്ചുമാണ് പേര് കൊടുക്കുന്നത്. ഞാൻ എല്ലും ബിയും കൊടുത്തു. എന്തോ? ലെങ്തും ബ്രെത്തും മനസ്സിലാവാൻ. നേരത്തെ 6 എന്നാണ് കൊടുത്തത്. എന്താണ് മനസ്സിലാക്കുന്നത്? റേഡിയസ് എന്ന് മനസ്സിലാവാൻ. ഓക്കെ, അപ്പൊ സ്റ്റെപ്പ് 3 നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഏരിയ കണ്ടുപിടിക്കണം. എന്തിന്റെ ഏരിയ കണ്ടുപിടിക്കണം? റെക്ടാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പൊ ഏരിയ ഈസ് ഈക്വൽ, ഞാൻ വേരിയബിളിന്റെ പേര് ഏരിയ എന്ന് തന്നെ ഉപയോഗിച്ചു, എൽ ഇൻടു ബി. ശ്രദ്ധിച്ചു നോക്കണേ, ഇത് ഞാൻ പറയാൻ വിട്ടുപോയെന്ന് തോന്നുന്നു. മൾട്ടിപ്ലിക്കേഷൻ എപ്പോഴും നോക്കുക സ്റ്റാർ. ഈ സ്റ്റാർ സിമ്പിൾ ആയിരിക്കും കീബോർഡിനകത്ത് കാണുന്നത്. അല്ലാതെ നിങ്ങൾ ഇൻടു കൊടുക്കല്. കാരണം ഇൻടു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കമ്പ്യൂട്ടർ ക്യാരക്ടർ ആയിട്ട്, എക്സ് എന്ന് പറയുന്ന സ്മോൾ ലെറ്ററിൽ ഒരു ക്യാരക്ടർ ഉണ്ട്. നിങ്ങൾ കീബോർഡ് നോക്കിയാൽ മതി, ആ എക്സ് പോലെ തോന്നും. അതുകൊണ്ട് കമ്പ്യൂട്ടറിന് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കീബോർഡ് ഡിസൈൻ ചെയ്തപ്പോൾ എങ്ങനെ
എങ്ങനെ ഡിസൈൻ ചെയ്തത്? മൾട്ടിപ്ലിക്കേഷന് സ്റ്റാർ എന്ന് പറഞ്ഞ കമ്പോണന്റ് ഡിസൈൻ ചെയ്തത്. ഓക്കെ, അപ്പൊ ഏരിയ കണ്ടുപിടിച്ചു. നിങ്ങൾ ചിന്തിച്ചു ഈ ഇൻസ്ട്രക്ഷൻ കമ്പ്യൂട്ടർ എന്ത് ചെയ്യും? എല്ലിന്റെ വാല്യൂ ബിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ എന്തിന്റെ അകത്ത് വെക്കും? ഏരിയക്കകത്ത് വെക്കും. നെക്സ്റ്റ് വൺ എന്ത് കണ്ടുപിടിക്കണം? പെരിമീറ്റർ കണ്ടുപിടിക്കണം. അപ്പൊ പെരിമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കും? പെരിമീറ്റർ ഈസ് ഈക്വൽ ടു എങ്ങനെ ആയിരിക്കും കണ്ടുപിടിക്കുന്നത്? പെരിമീറ്റർ ഫോർമുല 2 into L plus B. പ്രോപ്പർ ആയിട്ട് കമ്പ്യൂട്ടറിന്റെ അകത്ത് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് എന്ത് റൂൾ ഫോളോ ചെയ്യും? ബോർഡ് മാസ് റൂൾ ഫോളോ ചെയ്യുന്നതാണ്. ഇതൊക്കെ നമ്മൾ പഠിക്കും, ഡോണ്ട് വറി. അതേപോലെ തന്നെ ആണ് എഴുതേണ്ടത്. 2 into ലെങ്ത് പ്ലസ് ചെയ്ത്, അപ്പൊ ലെങ്ത്തും ബ്രെഡ്ത്തും പ്ലസ് ചെയ്തിട്ട് ആരുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും? 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. സ്റ്റെപ്പ് 5 അങ്ങനെയാണെങ്കിൽ രണ്ട് ഇൻസ്ട്രക്ഷൻ 3 ഉം 4 ഉം വർക്ക് ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടും? ഏരിയയും കിട്ടും, പെരിമീറ്ററും. സോ എന്തൊക്കെ പ്രിന്റ് ചെയ്യും? ഏരിയ, അതേപോലെ തന്നെ എന്തും പ്രിന്റ് ചെയ്തു? പെരിമീറ്ററും നമ്മൾ പ്രിന്റ് ചെയ്തു. ലാസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? സ്റ്റോപ്പ് ആയിരിക്കും. നമ്മൾ വളരെ ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ നിങ്ങൾ ഇട്ടാൽ മതി. ഉറപ്പായിട്ട് നിങ്ങളുടെ കമന്റ്സിന് അപ്പം തന്നെ റിപ്ലൈ തരും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ ക്ലിയർ ചെയ്യും. ഓക്കെ, ഇതും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് എ സർക്കിൾ നമ്മളിപ്പോൾ ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആയി പോയതാണ്. നിങ്ങൾ ഒന്നും കൂടെ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, പിന്നെ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻറ്റ്. ടു ഫൈൻഡ് ദി എന്താണ് സിമ്പിൾ ഇൻട്രസ്റ്റ്? സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള അൽഗോരിതം. അപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള അൽഗോരിതത്തിൽ ആദ്യം എന്താ അറിയണം? ഫോർമുല അറിയണം അല്ലേ? സിമ്പിൾ ഇൻട്രസ്റ്റ് അറിയാനുള്ള ഫോർമുല എന്തായിരിക്കും? P into R into T by 100. PRT by 100 ആണ്. P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ എമൗണ്ട്, എത്ര എമൗണ്ട് ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. R എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. T എന്ന് പറയുന്നത് എത്ര സമയത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതാണ് ടൈം പീരിയഡ് ആണ് T കൊണ്ട് ഉദ്ദേശിക്കുന്നത്. P നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു ഇൻട്രസ്റ്റ് ഇത്ര രൂപ ബാങ്കിൽ കൊടുക്കുമ്പോഴത്തേക്ക് അതിന്റെ പലിശ നമുക്ക് കണക്ക് കൂട്ടണമെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, എന്തൊക്കെ കൊടുത്താൽ മാത്രമേ നമുക്ക് അതിന്റെ പലിശ മനസ്സിലാവത്തുള്ളൂ? പ്രിൻസിപ്പൾ കൊടുക്കണം, പിന്നെ അതേപോലെ തന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കണം, അതേപോലെ തന്നെ എന്തും കൊടുക്കണം? ടീം കൊടുക്കണം. ഇത് മൂന്നും കൊടുക്കാതെ ഒരിക്കലും സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എന്ത് കൊടുത്താലാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്? അതാണ് നമ്മുടെ ഇൻപുട്ട് ആയിട്ട് വരുന്നത്. അതാണ് സ്റ്റെപ്പ് 2ന്റെ അകത്ത് നമ്മുടെ ഇൻപുട്ട്. എന്താണ് ഇൻപുട്ട്? P, R, T. ഞാൻ 3 വേരിയബിൾ ഉപയോഗിച്ചു. ഞാൻ P എന്ന് പറയുന്ന വേരിയബിൾ പ്രിൻസിപ്പൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി, R എന്ന് പറയുന്ന വേരിയബിൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി, T എന്ന് പറയുന്ന വേരിയബിൾ ടൈം പീരീഡ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും ക്വസ്റ്റ്യൻ്റെ അകത്ത് ഇതുവരെ 2 വേരിയബിൾ ഉള്ളത് A B എന്ന് പറഞ്ഞ വരും. ഇവിടെ എങ്ങനെ 3 എണ്ണം വന്നു? 3 എണ്ണത്തിന്റെ പേരെങ്ങനെ മാറി? നിങ്ങൾ ചിന്തിച്ചു നോക്കുക. സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഫോർമുല എനിക്കറിയാം. ആ 3 എണ്ണം എന്തൊക്കെ സാധനങ്ങൾ എന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റൂ. പ്രിൻസിപ്പിൾ വേണം, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വേണം, പിന്നെ എന്തും വേണം? ടൈമും വേണം. പറഞ്ഞു മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ സ്റ്റെപ്പ് 3 എന്തായിരിക്കും? സ്റ്റെപ്പ് 3 നമ്മൾ ചെയ്യാൻ പോകുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ SI വേരിയബിളിന്റെ പേര് SI എന്ന് കൊടുത്തു, ഈക്വൽ ടു P into R into T by 100. P-യും R-നെയും T-നെയും മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ബൈ എന്ത് കൊടുക്കുക? 100 ചെയ്യുക. ഇതാണ് സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഫോർമുല. ഞാൻ അതേപോലെ അപ്ലൈ ചെയ്തു. കാരണം ഞാൻ ഇൻപുട്ട് ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾ എന്തായാലും ഇതിന്റെ അകത്തൊരു വാല്യൂ കൊടുക്കുമല്ലോ. R-ന്റെ അകത്തൊരു വാല്യൂ കൊടുക്കും, T-ന്റെ അകത്തൊരു വാല്യൂ കൊടുക്കുമല്ലോ. ഞാനിപ്പോൾ വേണമെങ്കിൽ സങ്കല്പിക്കുക 1000 കൊടുത്തു, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10, 2 വർഷത്തേക്ക് കൊടുത്താൽ ഇങ്ങനെ വാല്യൂ ഇൻപുട്ട് ചെയ്ത് യൂസർ ഇൻപുട്ട് ചെയ്തെന്ന് നിങ്ങൾ വിചാരിച്ചു. 3 വാല്യൂസും യൂസർ ഇൻപുട്ട് ചെയ്തു. 3 വാല്യൂസും യൂസർ ഇൻപുട്ട് ചെയ്യുന്ന വെച്ചു. അപ്പൊ അങ്ങനെയാണെങ്കിൽ കമ്പ്യൂട്ടർ ഈ സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ എന്ത് ചെയ്യും? SI is equal to 1000. പിയുടെ സ്ഥാനത്ത് 1000 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, പിന്നെ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, ഡിവൈഡ് ബൈ 100. പിന്നെ കമ്പ്യൂട്ടർ കാൽക്കുലേറ്റ്. അപ്പൊ നമ്മൾ ഹ്യൂമൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കത്തില്ല, കമ്പ്യൂട്ടർ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡിഫറെന്റ് രീതിയിലായിരിക്കും. അപ്പൊ SIയുടെ വാല്യൂ എത്ര കിട്ടും? 200 രൂപ, 200 rupees SI കിട്ടും. അങ്ങനെയാണെങ്കിൽ സ്റ്റെപ്പ് 4 എന്തായിരിക്കും? ഈ കിട്ടിയ ആൻസർ പ്രിന്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണ്. അപ്പൊ പ്രിന്റ് SI. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് സ്റ്റെപ്പ് 5 നമ്മൾ എന്ത് ചെയ്യും? ഇത് സ്റ്റോപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും ഈ കാര്യങ്ങൾ മനസ്സിലായോ? ഇത്ര അൽഗോരിതം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അതേപോലെ തന്നെ സം ആൻഡ് ആവറേജ് ഓഫ് 3 നമ്പേഴ്സ് അടുത്ത ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. എത്ര നമ്പേഴ്സ് ആണ്? 3 നമ്പേഴ്സിന്റെ സമ്മോ ആവറേജ്. അതിനു മുമ്പേ ഞാൻ നിങ്ങളെ ആദ്യം ആവറേജ് എന്താന്ന് പഠിക്കട്ടെ. ഞാൻ 3 നമ്പർ കൺസിഡർ ചെയ്യുന്നു. 3, ആദ്യത്തെ നമ്പർ 3 ആണ്, പിന്നെ 5, പിന്നെ 4. 3 നമ്പർ പറയൂ, ഇതിന്റെ ആവറേജ് എത്ര ആയിരിക്കും? 3 + 5 + 4 ഡിവൈഡ് ബൈ മൊത്തം എത്ര നമ്പർ ഉണ്ട്? 3. അപ്പൊ ഡിവൈഡ് ബൈ 3. അപ്പൊ 5, 4, 9, 12/3 എത്ര കിട്ടും നിങ്ങൾക്ക്? 4 നിങ്ങൾക്ക് ആൻസർ ആയിട്ട് കിട്ടും. അപ്പൊ ആവറേജ് എത്ര കിട്ടി? 4 കിട്ടി. ഇതാണ് ആവറേജിന്റെ ബേസിക് ലോജിക്. ഇത് തന്നെ നമ്മൾ ഉപയോഗിക്കും. പക്ഷേ ആവറേജ് കണ്ടുപിടിക്കണമെങ്കിൽ എത്ര നമ്പർ വേണം മക്കളെ? 3 നമ്പർ നമുക്ക് വേണം. അപ്പൊ 3 നമ്പർ നമ്മൾ എന്ത് ചെയ്യണം? ഇൻപുട്ട് ചെയ്യണം. അപ്പൊ സ്റ്റെപ്പ് 2ന്റെ അകത്ത് നമ്മുടെ ഇൻപുട്ട് എത്ര വന്നു? 3 നമ്പർ വന്നു. ഞാൻ ഈ പ്രാവശ്യം പേര് മാറ്റി കൊടുത്തു, X, Y, Z. അപ്പൊ X എന്ന് പറയുന്ന എന്റെ ആദ്യത്തെ നമ്പർ, Y എന്ന് പറയുന്ന എന്റെ രണ്ടാമത്തെ നമ്പർ, Z എന്ന് പറയുന്ന മൂന്നാമത്തെ നമ്പർ. നിങ്ങൾക്ക് ഇനി മനസ്സിലായെന്ന് തോന്നുന്നു. എത്ര വേരിയബിൾസ് വേണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു.
ഓക്കെ, അപ്പൊ സം കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം സം കണ്ടുപിടിക്കാൻ കോമൺ സെൻസ് നമ്മൾ ആദ്യത്തെ പ്രോഗ്രാമിൽ ചെയ്തായിരുന്നു. 3 കൂടെ പ്ലസ് ചെയ്യുക, എക്സും വൈയും ഇസഡും കൂടെ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ഇതാണ് സം. അടുത്ത എന്ത് ചെയ്യുക, ആവറേജ് കണ്ടുപിടിക്കണം. ആവറേജ് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞോളൂ എന്തുവാണ് ഈ 3 കൂടെ കൂട്ടുന്ന സാധനം. ഈ 3 കൂടെ കൂട്ടുന്ന സാധനം എന്തിന്റെ അകത്ത് ഇരിക്കുന്നത്, സമ്മിന്റെ അകത്തല്ലേ ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ആവറേജ് AVG സം ബൈ 3 എന്ന് കൊടുത്തൂടെ. കാരണം 3 കൂടെ കൂട്ടിയിട്ട് വെച്ചേക്കുന്ന സമ്മിന്റെ അകത്തല്ലേ മക്കളെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ സമ്മിന്റെ അകത്ത് കിടക്കുന്ന വാല്യൂവിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. അത് തന്നെ, അത് മതി. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ആവറേജും കണ്ടുപിടിച്ചു. അപ്പൊ നമുക്ക് എന്ത് പ്രിന്റ് ചെയ്യാം, രണ്ടും പ്രിന്റ് ചെയ്യാം. പ്രിന്റ് സമ്മും പ്രിന്റ് ചെയ്യാം, കോമ എന്തും പ്രിന്റ് ചെയ്യാം, ആവറേജും പ്രിന്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സ്റ്റെപ്പ് 6 എന്തായിരിക്കും, സ്റ്റെപ്പ് 6 നമ്മുടെ സ്റ്റോപ്പ് ആണ്. ഓരോ ഇൻസ്ട്രക്ഷനും വർക്ക് ചെയ്ത് നോക്കൂ. ഏത് 3 നമ്പേഴ്സിന്റെയും സമ്മും ആവറേജും നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഈ ഒരു അൽഗോരിതത്തിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ലോജിക് ബിൽഡിങ്ങിന് വേണ്ടിയിട്ടാണ്. ലോജിക് നല്ലോണം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നല്ലവണ്ണം ഈ ക്വസ്റ്റ്യൻ വായിച്ച് നിങ്ങളുടെ ലോജിക് നിങ്ങൾ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കണം. കാരണം അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നതായിരിക്കും, വർക്ക്ഔട്ട് ചെയ്ത് നമ്മൾ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്ന നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് നമ്മൾ കടക്കുന്നത് ആയിരിക്കും. അതിനു മുമ്പ് നിങ്ങൾ ഇത് നല്ലോണം ട്രൈ ചെയ്യൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ പറയുക. ഓക്കെ, താങ്ക് യു.